പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് എലിസബത്ത് ടോണി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 1 വർഷം പോലും ആയില്ല എൽറൂയിലെ ശുശ്രൂഷകൾ കാണാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഓൺലൈനാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ മകൾക്കൊരു കുഞ്ഞുണ്ട്. അവന് പനി വന്നിട്ട് എപ്പോഴും നെബുലൈസേഷൻ കൊടുക്കണം, ആൻറ്റിബയോട്ടിക്കും അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടിരുന്ന സമയത്ത് ഞാൻ ഈ ശനിയാഴ്ചകളിലെ ശുശ്രൂഷകൾ അടുക്കളയിൽ ഓൺ ചെയ്ത് വെച്ച് അച്ഛൻ്റെ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കാരണം അല്ലാതിരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞിന് തീരെ വയ്യാതിരുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെ എടുത്ത് ദിവ്യകാരുണ്യത്തെ തൊട്ടുകൊണ്ട് പറഞ്ഞു, മോനെ ഈശോയോട് പ്രാർത്ഥിക്കുക, മോൻ്റെ അസുഖമല്ല ഈശോ മാറ്റിത്തരുമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കൈകൊണ്ട് ദിവ്യകാരുണ്യത്തെ തൊട്ട നേരം അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, പനിയായിട്ട് ആൻറ്റിബയോട്ടിക്കും കഴിച്ച് നെബുലൈസേഷനും ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തുന്നെന്ന്. വൺ ഡേ കൺവെൻഷനാണ് ഞാൻ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കുഞ്ഞ് തൊട്ട സമയത്താണ് അച്ഛനത് പറഞ്ഞത്. അതിനുശേഷം ഒരു 8 മാസമായി സാധാരണ കുഞ്ഞുങ്ങൾക്ക് വരുന്ന പോലെയുള്ള നോർമൽ പനിയും ജലദോഷവും ഒക്കെ വരുന്നതല്ലാതെ അവന് പിന്നെ നെബുലൈസേഷനോ ആൻറ്റിബയോട്ടിക്കോ ഇതുവരെ കൊടുത്തിട്ടില്ല. നല്ലൊരു കൈയ്യടി കൊടുത്ത് എന്തൊരു വലിയ സൗഖ്യമല്ല ദൈവം കൊടുത്തിരിക്കുക അല്ലേ. പിന്നെ എൻ്റെ വീട് അമ്പലപ്പുഴയിലാണ്. എന്നെ കല്യാണം കഴിച്ചാണ് ചേർത്തലയിൽ. അപ്പോൾ ചേർത്തലയിൽ വന്ന സമയം തൊട്ട് അവിടുത്തെ മണ്ണ് എനിക്ക് അലർജിയാണ്. എൻ്റെ 2 വിരലിലെ നഖവും ഈ മണ്ണിൻ്റെ അലർജി കൊണ്ട് ചൊറിഞ്ഞ് എപ്പോഴും വെള്ളം വരും. അതിന് 29 വർഷമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗൾഫിലായിരുന്നു കുറേ നാൾ. ആയുർവേദവും അലോപ്പതി ഹോമിയോ എല്ലാം കഴിച്ചു. അവസാനം അലോപ്പതി ഡോക്ടർ പറഞ്ഞു, ഇനി മരുന്ന് കഴിക്കേണ്ട, കിഡ്നി പോകും, ചേച്ചി ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാനത് എപ്പോഴും എനിക്ക് എവിടെ ഇരുന്നാലും ഞാൻ 2 നഖവും ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇതുപോലെ ഒരു ദിവസം അച്ഛൻ്റെ ഞാൻ എല്ലാ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത് വിളിച്ച് പറയുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറയുന്നു, മണ്ണിൻ്റെ അലർജി മൂലം നഖത്തിന് ചൊറിച്ചിലും വെള്ളവും വരുന്ന അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നെന്ന്. അതോടുകൂടി ആ ദിവസം തൊട്ട് എനിക്ക് ഇത് മാറി. എത്ര നാളായി? ഇവന് 6 മാസത്തോളമായി. നല്ലൊരു കൈയ്യടി കൊടുത്ത് 6 മാസത്തോളമായി. പിന്നെ ആ രോഗമില്ല. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം എത്ര നാളായി? 29 വർഷമായിട്ടുള്ള രോഗമാണ് മാറി കിട്ടിയത് കേട്ടോ. പക്ഷേ ഞാനത് ഇവിടെ വന്ന് വെക്കേഷൻ ആകുമ്പോൾ വന്ന് സാക്ഷ്യം പറയാൻ ചേർത്തലയിൽ നിന്ന് വരേണ്ട ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ ഞാൻ വെക്കേഷൻ തുടങ്ങിയിട്ട് ഓരോ പരിപാടികളായിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരു 3 ആഴ്ച മുമ്പ് എനിക്ക് ഈ ചൊറിച്ചിലും ഈ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഇനിയിപ്പം എൽറൂഹയിൽ പോയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞാൻ എൻ്റെ മോളെയും കൂട്ടി, വേറെ ആരും വരാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അത് തീരുമാനിച്ച ശേഷം ആ കാലിലെ ചൊറിച്ചിലും വെള്ളം വരുന്നതും എൻ്റെ കംപ്ലീറ്റ്ലി നിന്നു. ഇതൊക്കെ ഇത് സ്ഥിരം വരുന്ന അവസ്ഥകളാട്ടോ. അത് ആദ്യമായിട്ട് വരുന്നവർ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ? പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ഒരു 3-4 മാസം മുമ്പ് എൻ്റെ ഈ നിന്ന് കഴിയുമ്പോൾ ഈ കാലിൻ്റെ ഒപ്പിറ്റ് ആങ്കിൾസിൻ്റെ അവിടെയൊക്കെ ഭയങ്കര നീര് വന്ന് ഭയങ്കര കുത്തുന്ന വേദനയാക്കും, നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ഞാനിതുപോലെ നിന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് വേദന സഹിക്കാൻ വരുന്ന സമയത്താണ് അച്ഛൻ വിളിച്ചു പറയുന്നു, കാല് കുത്തി നിൽക്കാൻ വയ്യാതെ ഉപ്പിറ്റ് അവിടെ വേദനയും വന്ന് നീരും വെക്കുന്ന വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നെന്ന്. അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ആ വേദനയും വന്നിട്ടില്ല, കാലി നീരും വന്നിട്ടില്ല. അല്ല, എല്ലാ ഏകദിനത്തിലാണ് അച്ഛൻ. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. നന്ദി പറയുന്നു കേട്ടോ.